ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാണ് എൻ്റെ ടോപ്പിക്. സ്വപ്നങ്ങൾ. അപ്പോൾ പണ്ടൊരു പാട്ടുണ്ട് സ്വപ്നങ്ങളെ എന്ന് പറയും. നമുക്കെല്ലാം കൂടെ പാടിയല്ലോ. രണ്ട് ലൈൻ പാടിയാൽ മതി. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ. കൊള്ളാലോ, ആ വരികൾ അറിയാലോ. സ്വപ്നങ്ങളെ നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. വളരെ കറക്റ്റായിട്ടുള്ള സംഭവമാണ്. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. എൻ്റെ ഇത്രയും കാലത്തെ ഒരു 26 വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ്സിലുണ്ട്. ഏകദേശം 32 വർഷമായിട്ട് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. കൺസ്ട്രക്ഷനുണ്ട്, ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. അപ്പം അതിൻ്റെ പ്രോജക്റ്റ് ഉണ്ട്, പ്ലസ് ഈ ഞാൻ വേറെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 10,000-15,000 ആൾക്കാരുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ 3 കാറ്റഗറി ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഒന്ന് വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാർ, ഓക്കെ, അവരൊക്കെ ഭയങ്കര വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ. രണ്ടാമത്തെ 1 മാസത്തെ സ്വപ്നങ്ങളുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മാക്സിമം 1 വർഷത്തെ സ്വപ്നങ്ങളുള്ള അവർ മിഡിൽ ക്ലാസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർ. മൂന്നാമത്തെ കാറ്റഗറി ലൂസേഴ്സ്. അവരുടെ പ്രത്യേകത ഒറ്റ ദിവസം സ്വപ്നമുള്ളവർക്ക്. ഇന്നത്തെ രാവിലെ എങ്ങനെ പരിപാടി, നാളെ നോക്കിയാൽ മതിയല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ. അങ്ങനെ 3 കാറ്റഗറി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മിഡിൽ ക്ലാസ് ഗ്രൂപ്പാണ്. രണ്ടാമത് കണ്ടിട്ടുള്ളത് ലൂസേഴ്സാണ്. മറ്റേ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം സ്വപ്നങ്ങളെന്ന് കേൾക്കുമ്പം നമ്മളെല്ലാം വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാറ് വാങ്ങിക്കുക, വലിയ വീട് വയ്ക്കുക, ഭയങ്കര റിച്ചായിട്ട് ജീവിക്കുക, ഇങ്ങനെ ജീവിക്കുന്നതാണ് സക്സസ്ഫുൾ ലൈഫ് എന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് സ്വപ്നങ്ങൾ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ 1-2 ആൾക്കാർ പറയും. ചില വ്യക്തിപരമായ സ്വപ്നങ്ങളുണ്ട്. ഇപ്പം എനിക്കൊക്കെ ഉള്ളത് നല്ല രീതിയിൽ എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല റിച്ചായിട്ട് ജീവിക്കണമെന്നും എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കണമെന്നും വലിയ വലിയ കാര്യം എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ് എൻ്റെ സ്വപ്നങ്ങൾ. അതുപോലത്തെ സ്വപ്നം കണ്ട ഞാൻ ഒരാളെ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളിനെ പറയാം. പൃഥ്വിരാജിനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ടോ മറ്റോ 1-2 സിനിമ അഭിനയിച്ചിട്ടുള്ള ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ നെറ്റിൽ കിടപ്പുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കാണാം. അതിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളെ അടുത്ത വലിയ പരിപാടിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്ന ആൻസർ കേട്ടിട്ടുണ്ടോ? എന്താണ് പറയണത്? അടുത്ത 10 വർഷം കഴിയുമ്പോൾ എനിക്ക് മലയാളത്തിൽ എണ്ണപ്പെട്ട നടന്മാരിൽ ഒരാളാണ്. എനിക്ക് ഒരു പുതിയ ലെവലിലുള്ള സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു നല്ല ഡയറക്ടറാണ്. പിന്നെ വലിയ വലിയ ഇന്ത്യൻ സിനിമയെ വേറൊരു തലത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് എനിക്കുണ്ടാവണം. കേട്ടിട്ടുണ്ട് അത്? ഇന്നത്തെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിൻ്റെ സിനിമയെന്ന് പറഞ്ഞാൽ മിനിമം ഗ്യാരണ്ടി ഉറപ്പാണ്. എണ്ണപ്പെട്ട നടന്മാരിൽ ഒരാളാണ്. രണ്ടാമത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടം മലയാളത്തിൽ ഇന്ന് വരെ ആരും ഡയറക്റ്റ് ചെയ്യാത്ത അത്രയും വലിയ പടം അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് എടുക്കുന്ന ഫിലിമുകൾ ആലോചിച്ച് കൊടുത്തത് ഒരു നല്ല എക്സാമ്പിളാണ് അല്ലേ, പേഴ്സണൽ ലൈഫിൽ അച്ചീവ് ചെയ്ത ആൾക്കാർ. ഇത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരെ പറയാൻ പറ്റും. പല ഫീൽഡിലുള്ള അങ്ങനത്തെ ആൾക്കാരുണ്ട്. അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറഞ്ഞാൽ ഇങ്ങനത്തെ സ്വപ്നങ്ങളല്ല, ലോകം മുഴുവൻ കീഴടക്കുന്ന സ്വപ്നങ്ങളാണ് അവരുടെ. ഇലോൺ മസ്ക്, അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ തലമുറ കഴിയുമ്പോഴാണ് ഭൂമി നശിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം ചൊവ്വയിലായിരിക്കും മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്ന എൻവയോൺമെൻറ്റ് ഉണ്ടാവാൻ ചാൻസ്. അപ്പം ചൊവ്വയിൽ പോകാനുള്ള വർക്കുകൾ, പോയിട്ട് തിരിച്ചു വരാനുള്ള വർക്കുകൾ ഡിസൈൻ ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇപ്പോഴേ അതിൻ്റെ പണി തുടങ്ങി. ഇദ്ദേഹം മരിച്ച് എത്രയോ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും തലമുറ കഴിഞ്ഞാലേ ആ സംഭവം നടക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇപ്പോഴും വർക്കുകൾ ഡിസൈൻ ചെയ്ത് പോയിട്ട് തിരിച്ചിറക്കിയിരിക്കുന്നു അദ്ദേഹം. വേറെ ഒരു US ആർക്കും പറ്റാത്ത കാര്യം അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്ത് വർക്കുകൾ തിരിച്ചിറക്കി അല്ലേ. ഹൈപ്പർ ലൂപ്പ് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. ഫ്ലൈറ്റിൽ നിന്നും പോലെ അതിനേക്കാളും സ്പീഡിൽ ഭൂമിക്കടിയിൽ കൂടെ വാക്വം സ്പേസിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഇന്നത്തെ 3000 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പോകണം, അല്ലെങ്കിൽ 3000, 4000, 5000 ഒക്കെ. അത് ഓൾറെഡി പരീക്ഷണം ചെയ്ത് വിജയിച്ചു. UAE-ലൊക്കെ ഇത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ഇന്ത്യയിലും ഇതായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ സ്വപ്നം നോക്കൂ. അദ്ദേഹത്തിന് കാറ് വാങ്ങിക്കണമെന്നോ വീട് വാങ്ങിക്കണമെന്നോ സ്വപ്നമല്ല, അവരുടെ സ്വപ്നം അങ്ങനത്തെ സ്വപ്നങ്ങളാണ്. അദ്ദേഹം സ്വപ്നം പറഞ്ഞപ്പോൾ പലരും അദ്ദേഹത്തിനെ കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയോ ആൾക്കാർ. ഇലോൺ മസ്കിൻ്റെയൊക്കെ സ്വപ്നങ്ങൾ അങ്ങനത്തെ. ഓക്കെ,
പിന്നെ അടുത്തത് നിങ്ങൾ വേറെ സ്വപ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് കാറ് വാങ്ങിക്കണം, എനിക്ക് വീട് വയ്ക്കണം, അങ്ങനെയൊന്നും സ്വപ്നങ്ങളല്ല. അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇന്ത്യ എങ്ങനെയാവണം, ലോകത്തിൽ എവിടെ ആയിരിക്കണം ഇന്ത്യയുടെ സ്ഥാനം, അതിനെക്കുറിച്ച് മാത്രം സ്വപ്നങ്ങളെങ്കിൽ എല്ലാ 10 വർഷത്തെ കഴിയുമ്പം 20 വർഷം എല്ലാ സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അതിനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടങ്ങി കയറിയപ്പോൾ പ്രധാനമന്ത്രി കയറിയപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യ ഇങ്ങനെ ആവും. ഓരോ വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ നോക്കും, അതുപോലെ ആവാൻ നോക്കും. ഇപ്പം അദ്ദേഹം പറയുന്നതാണ് ഇന്ത്യ ഇത്ര ട്രില്യൺ എക്കണോമിയിലോട്ടാവണം, ഇന്ത്യ ഏറ്റവും ബെസ്റ്റ്, എത്ര വർഷത്തിനകത്ത് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ആവും. നോക്കൂ, അവരുടെ വിഷൻ നോക്കൂ. അങ്ങനെ ചിന്തിക്കുന്നു. അതുപോലെ കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു, മരിച്ചുപോയ മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്തായിരുന്നു? അദ്ദേഹത്തിനും കാറ് വാങ്ങിക്കണം, വീട് വയ്ക്കണം എന്നുള്ളതായിരുന്നില്ല. തൊഴിലാളികൾ പണിയെടുത്ത കൂലി കിട്ടാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറി തൊഴിലാളികളുടെ സർവാധിപത്യം ഉണ്ടാവണം, തൊഴിലാളികൾ ഭരിക്കണം ഇവിടെ നമ്മുടെ നാട് എന്ന് സ്വപ്നം കാണുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യും. അവസരം എന്തായി? തൊഴിലാളികൾ കേരളം ഭരിക്കുന്നത്. അപ്പം സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ലെവലിൽ നിന്നുമില്ല, അത് ഓരോ ആൾക്കാരുടെ തീരുമാനങ്ങളാണ്. പക്ഷെ നമ്മളെ സ്വപ്നങ്ങൾ മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്തൂ. സ്വപ്നങ്ങളില്ലാതെ വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്ന ആൾക്കാർ പെട്രോൾ ഇല്ലാതെ കാർ ഓടിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പം ഞാനിതിനെ കാറ്റഗറൈസ് ചെയ്ത് പറയാം. ഇങ്ങനത്തെ സ്വപ്നങ്ങളിൽ കൂടെ പോയ കുറച്ച് ആൾക്കാരുടെ കേസ് ഞാൻ പറയാം. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെ മോൾഡ് ചെയ്ത സമയത്ത്, വളർത്തിയ സമയത്ത്, വളരെ ചെറിയ കാലം മുതൽ ഞാൻ എപ്പോഴും അവരുടെ സ്വപ്നങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവരെ പഠിക്കാൻ പറയുകയോ ബഹളം ഉണ്ടാക്കുകയോ അടി കൊടുക്കുകയോ കുത്തിയിരുന്ന് പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരെ സ്വപ്നങ്ങൾ ഞാൻ ചെറിയ സമയം മുതൽ സ്വപ്നങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ സ്വപ്നങ്ങൾ ഞാൻ പറഞ്ഞു അവരുടെ തലയിലും ബിൽഡായി മോൾഡ് ചെയ്ത് എടുത്തു. ചെറിയ കാലം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സിദ്ധാർത്ഥ് കളിക്കാനൊക്കെ പോകുമ്പോൾ അവൻ പറയുമായിരുന്നു, നീ എന്ത് കളിക്കണം. അപ്പോൾ അവൻ്റെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത സാധനം ഈ ഇന്ത്യയുടെ ജേഴ്സി ഇട്ടിട്ട് ഫ്രണ്ടിൽ അവൻ്റെ പേര് വയ്ക്കുന്നത്, അല്ലെങ്കിൽ കേരള എന്ന് ജേഴ്സി വെച്ചിട്ട് അവൻ്റെ പേര് വയ്ക്കണം. അങ്ങനെ ഒരു കളിക്ക് എനിക്ക് അങ്ങനെ ആവണം, അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു കളിക്ക്. ഓക്കെ, ഞാനപ്പോൾ അവന് ജേഴ്സിയിൽ അവനെപ്പോഴും വീഡിയോയിലും ഫിലിം സ്റ്റില്ലൊക്കെ അവരുടെയൊക്കെ മറ്റേ ധോണിയുടെയും അവരുടെയൊക്കെ സ്റ്റില്ല് കാണുമ്പോൾ ഞാൻ പറയും, നോക്ക് ബാക്ക് അവൻ്റെ പേര് ഫ്രണ്ടിൽ വെച്ചിട്ട് അടിപൊളിയായിരിക്കണല്ലേ. അത് ഞാൻ എപ്പോഴും അവനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. നോക്കടാ, ധോണിയുടെ പേരും ഫ്രണ്ടിൽ, അത് നല്ലൊരു സംഭവം തന്നെ ആ ജേഴ്സി ഇടാൻ പറ്റുന്നത്. ഓക്കെ, പക്ഷെ അവൻ +2 കഴിഞ്ഞപ്പം കേരളത്തിൻ്റെ ജേഴ്സി കഴിഞ്ഞ് അവൻ്റെ പേരും വെച്ചിട്ട് അവൻ കളിച്ച് നാഷണൽസ് കളിച്ച്. അവൻ്റെ ഒരു സ്വപ്നമായിരുന്നത്. അതുപോലെ അവൻ ഒരിക്കൽ സ്വപ്നം പറഞ്ഞാണ്, ഒരു ദിവസം ഈ നാഷണൽസ് കിട്ടിയതിന് ശേഷം അവൻ സ്കൂളിൽ പോയി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഈ അച്ചീവ്മെൻറ്റ് പറയാൻ പോയി. കാരണം അവിടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അസംബ്ലിയിലൊക്കെ അനൗൺസ് ചെയ്യും, ഇന്ന കുട്ടി നാഷണൽസ് കളിച്ചു. അപ്പം അത് അവനൊരു ക്രെഡിബിലിറ്റി ആവട്ടെ എന്ന് പറഞ്ഞ് പറയാൻ പോയതാണ്. അപ്പം പ്രിൻസിപ്പൾ അതൊക്കെ കേട്ടപ്പോൾ അവൻ്റെ വലത് കയ്യിൽ വാച്ച് കെട്ടിയിരുന്നു എന്ന് പറഞ്ഞു, വലത് കയ്യിലെ വാച്ച് കെട്ടിയിരുന്നു പറഞ്ഞിട്ട് അടിയും കൂടെ കൊടുത്തു. ഭയങ്കര ഹർട്ടഡായിപ്പോയി അവൻ, പാവം. അവൻ തിരിച്ചു വന്നിട്ട് എന്താ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞടാ, ആ സാറിൻ്റെ തന്നെ ഒരു പ്രൈസ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ, ഒരു ഗിഫ്റ്റ് ആ സാറിൻ്റെ തന്നെ. അപ്പം അവൻ പറഞ്ഞു, അത് എങ്ങനെ? അപ്പോൾ പ്രിൻസിപ്പൽ ട്രോഫി മോക്ക് കിട്ടിയിട്ടുണ്ട്, പ്രിൻസിപ്പൽ ട്രോഫി നീ ഒന്ന് പ്ലാൻ ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റിനാണ് കിട്ടുന്നത്, സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടണം, ഈ ടോപ്പർ ആയിരിക്കണം, മാർക്കിലും ടോപ്പായിരിക്കണം, ബാക്കി എല്ലാ കരിക്കുലർ ആക്ടിവിറ്റി ടോപ്പറായ ഒരു കുട്ടിക്ക് കിട്ടും. ഞാൻ ആ അവാർഡ് സാറല്ലേ തരണം, അയാളൊന്ന് വാങ്ങിക്കാതെ. അവൻ അന്ന് അവിടെ എഴുതി ഒട്ടിച്ച്. എപ്പോഴൊക്കെ ഞാൻ അവനെ കാണുമ്പോഴും പ്രിൻസിപ്പൽ ട്രോഫി അങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവൻ്റെ ഡ്രീം ഒരെണ്ണം കയറി. അവൻ ഫൈനലി +2 സെക്കൻഡ് ഇയറിൽ 3-4 മാസം അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം കളിക്കാൻ പോയതുകൊണ്ട് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് പോലും പ്രിൻസിപ്പൽ ട്രോഫി അവനെ തന്നെ കിട്ടി. ഓക്കെ, ഞാൻ പറഞ്ഞ പ്രിൻസിപ്പൽ ട്രോഫി വാങ്ങിച്ചിട്ട് സംസാരിക്കാൻ അവസ്ഥ ഉള്ളപ്പോൾ നീ ഈ ഇൻസിഡൻറ്റ് പറഞ്ഞ് സംസാരിക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും വിഷ്വലിൽ കാണാം. അവസാനം അത് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഞാൻ ചോദിച്ചു, നീ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, അടുത്ത എന്താണ് ഫ്യൂച്ചർ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ, എനിക്ക് എൻ്റെ പ്ലാൻ സിവിൽ സർവീസാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെ യൂണിഫോം. കാരണം അവൻ്റെ വളരെ കുഞ്ഞുനാൾ മുതലേ അവൻ്റെ ഫാൻസി ഡ്രസ്സ് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ഫാൻസി ഡ്രസ്സും ഒന്നുകിൽ പട്ടാളക്കാരനായിരിക്കും അല്ലെങ്കിൽ പോലീസായിരിക്കും. അവൻ്റെ കയ്യിൽ തോക്ക് കമ്പൽസറി ആയിരുന്നു. അവന് തോക്ക് വാങ്ങിച്ചു കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കാർ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. അത്രമാത്രം തോക്കുകൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനം സിവിൽ സർവീസിന് ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ് സർവീസിൽ വരുമ്പോൾ ഇങ്ങനെ കുഴപ്പമുണ്ട്, രാഷ്ട്രീയക്കാരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ UPSCയുടെ വേറൊരു എക്സാമാണ് CDS, അതിൽ പോയാൽ അങ്ങനെയല്ല.
UPSC 2 എക്സാം. CDC പോയി അങ്ങനെയല്ല. ആർമിയിൽ അങ്ങനെ ആരും കയറി ഇൻവോൾവ് ഒന്നും ആവില്ല. അത് വേറൊരു പ്രൊഫൈൽ ലൈഫാണ്. നിനക്ക് ഏത് പ്ലാൻ ചെയ്യും? അവൻ പറഞ്ഞത് എനിക്ക് കൺഫ്യൂഷനുണ്ട്. അവസാനം ഒരു സുപ്രഭാതത്തിൽ അവൻ പറഞ്ഞല്ല, എനിക്ക് ആദ്യം ഫസ്റ്റ് ചോയ്സ് എനിക്ക് CDS ട്രൈ ചെയ്യാം, ആർമിയിൽ ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞ് സെക്കൻഡ് ചോയ്സ് എനിക്ക് സിവിൽ സർവീസ്, പ്ലാൻ B സിവിൽ സർവീസ് പഠിക്കാൻ പോയി. അപ്പോഴും മുതൽ ഞാൻ അവന് ഏതൊക്കെ പട്ടാളക്കാരുടെ വലിയ ഇൻ്റർവ്യൂകൾ അത് ഇതൊക്കെ എപ്പോഴും വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഞാൻ പറയും നിനക്ക് യൂണിഫോം നല്ല ചേരുവ, നല്ല ബോഡിയല്ലേ, സ്റ്റാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട്, എൻ്റെ വിഷ്വൽ കാണാറുണ്ട്, നീ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത് അത്. ഓക്കെ, ഐ മോൾഡ് ഹിസ് ഡ്രീം. അവൻ ഒരു ഡ്രീം ഒരു എഴുതി ഒട്ടിച്ച് എന്താണെന്ന് അറിയാമോ? അവൻ്റെ ഇപ്പോഴും ഷെൽഫിൻ്റെ കവറിൽ, അവൻ്റെ ഇപ്പോൾ താഴത്തെ ഷെൽഫിൽ പോയി നോക്കിയാൽ അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഏതാണ്? ഫയറിംഗ് റേഞ്ചിൻ്റെ പടമില്ലേ, കുറേ റൗണ്ടുകളും, അതാണ് ഒട്ടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തപ്പം ഈ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങില്ലായിരുന്നു, അത്ര ഹാർഡായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അവനൊരിക്കലും വർക്ക് ചെയ്തിട്ട് അവന് തോന്നില്ല. അവനിപ്പം ചോദിച്ചു ഞാൻ എത്ര പഠിച്ചാന്നൊക്കെ തോന്നും. പക്ഷെ അവൻ്റെ ഡ്രീമിൽ ഇങ്ങനെ തിരക്കണതുകൊണ്ട് പഠിക്കണത് അറിയണേ ഇല്ല. ഓക്കെ, അത് ക്ലിയർ ചെയ്തു. മോളുടെ കാര്യം അങ്ങനെ തന്നെ 100% CA എന്നുള്ള സാധനം പ്ലസ് 10ാം ക്ലാസ് ആയപ്പോൾ തീരുമാനിച്ചത്. 10ാം ക്ലാസ് ആണ് ഏതാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവൾ ചോദിച്ചു ഏതൊക്കെ പ്രൊഫഷൻ ഉണ്ടോ? അപ്പോൾ ഞാൻ എല്ലാ പ്രൊഫഷനെ കുറിച്ച് എഞ്ചിനീയർ, അപ്പോൾ എഞ്ചിനീയറിംഗ് ഡോക്ടർ ഒന്നും പറ്റില്ല, വേറെ ഏതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അക്കൗണ്ടിങ് ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, MBA ഉണ്ട്, പല ഫീൽഡുകളുണ്ട്. അപ്പം അക്കൗണ്ടിങ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ബാങ്കിങ് ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഫീൽഡാണ്. അപ്പോൾ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നല്ലതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആരായിട്ടുണ്ട്, അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ എന്താണോ, അതിലെന്താണോ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്നേഹ BS ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ബോർഡിൽ എഴുതിയിട്ടതാണ്. എപ്പോഴും ഞാൻ ആ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞു അത് മോൾഡായി. അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ സക്സസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആ ഫിനിഷിംഗ് പോയിന്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പഠിച്ചാൽ നമ്മൾ ഉറപ്പായിട്ട് അവിടെ എത്തും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. വേറൊരു നല്ല എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. എനിക്ക് നിങ്ങൾക്കത് ഈ പറഞ്ഞ 3 കാറ്റഗറിയിൽ ഏതാണ്? ലൂസേഴ്സ്, മിഡിൽ ക്ലാസ്, ദെൻ സക്സസ്ഫുൾ പീപ്പിൾ. ലൂസേഴ്സ് എന്ന് പറഞ്ഞാൽ 1 day ഡ്രീം. ഓക്കെ, എൻ്റെ ഇഷ്ടം പോലെ പണിക്കാരുണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റിൽ. ഒറ്റ ദിവസത്തെ ഡ്രീമുള്ളവരാണ് 99%. ഇന്നത്തെ പരിപാടി എന്ത്? അത്രയേ ഉള്ളൂ. 1000 രൂപ കിട്ടിയാൽ ഹാപ്പി. അവന് കഷ്ടകാലത്ത് ഒരു 1000 രൂപ കൂടെ കൂടുതൽ കിട്ടിയെന്ന് വെച്ചു, അവൻ്റെ അടുത്ത ദിവസം തീരുമാനം എന്തായിരിക്കും അറിയാമോ? മേജോട്ട് ആൾക്കാരെ അപ്പം നാളെ ഇനി പോകണ്ടല്ലോ, അപ്പം നാളെ പിറ്റേ ദിവസം ജോലിക്ക് വരില്ല, കാരണം 1000 രൂപ എക്സ്ട്രാ ഇരിക്കുന്നു. ഒറ്റ ദിവസം ഡ്രീമാണ്. ഓക്കെ, ഈ ഒറ്റ ദിവസം ഡ്രീം ഉണ്ടായിരുന്ന ഒരു മണ്ണ് പണിക്കാരനുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞാൻ ചേട്ടാന്ന് വിളിക്കുന്ന അത്രയും ബഹുമാനമായിരുന്നു. കാരണം എനിക്ക് നല്ല പണിയെടുക്കും. ഈ ഒരു രാവിലെ 5 മണിയാകുമ്പോൾ സൈറ്റിൽ വരുമ്പോൾ കുറേ ചോറ്, അരിയും പയറും കൂടെ കൊണ്ടുവരും. എന്നിട്ട് രണ്ടും കൂടെ ഒരു കലത്തിലിട്ട് തീയും കത്തി സൈറ്റിൽ വച്ചിട്ടാണ് പണിയാണ്. എന്നിട്ട് ആ കഞ്ഞി എൻ്റെ അടുത്ത് 8 മണി കുടിക്കും, ഉച്ചയ്ക്ക് ആ കഞ്ഞി കുടിക്കും, 2 മണിയാകുമ്പോൾ പോകും. 1200 1500 രൂപ കിട്ടും. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്തെന്ന് പറഞ്ഞ് എനിക്ക് 2 പെമ്പിള്ളേരുണ്ട്, നല്ല പഠിക്കും, അവരെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എങ്ങനെ ഈ പൈസ എങ്ങനെ എനിക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം പറഞ്ഞു ചേട്ടാ ഉച്ചയ്ക്ക് വിട്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുക്കാൻ പറ്റും എടുക്കും. അതിനുശേഷം ചേട്ടന് പറ്റുമെങ്കിൽ കുറച്ച് ദൂരം ഓടിക്കാമല്ലോ, അവിടെ തൊട്ടടുത്തൊക്കെ ഓടാമല്ലോ, അവിടെ അത് 1500 രൂപ കിട്ടൂലേ? അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഒരു ഓട്ടോറിക്ഷയൊക്കെ എടുത്ത്. അപ്പോൾ അദ്ദേഹം എനിവേ അദ്ദേഹം ഒരു ദിവസം 2000-2500 ഉണ്ടാക്കും. ഞാൻ ഒരു കാര്യം ചെയ്യും, ദിവസവും ചിട്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ദിവസം വന്ന് ഏതെങ്കിലും ഈ ഓർഗനൈസേഷൻസ് കൊണ്ട് KSF പോലെ അങ്ങനത്തെ ചിട്ടി തുടങ്ങും. അവർ ദിവസവും ഈ കടകളിൽ നിന്നൊക്കെ ദിവസം ചിട്ടിയുണ്ട്. ഞാൻ പറഞ്ഞാൽ 1000 രൂപ വെച്ച് എല്ലാം 30 ദിവസം വർക്ക് ചെയ്യും. 30 ദിവസം ഞാൻ പണിയെടുക്കാൻ തയ്യാറ്. പക്ഷെ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞാൽ 1000 രൂപ വെച്ച് ദിവസം ഒരു ചിട്ടിക്ക് ചേർന്നാൽ 30,000 രൂപ, 30 ലക്ഷം രൂപ ചിട്ടിക്ക് ചേരാം. കറക്റ്റ് 7 വർഷം 8 വർഷം കഴിയുമ്പോൾ 30 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടക്കും. ഈ ചിട്ടി പിടിച്ചാൽ ഒരു 5-6 മാസം കഴിഞ്ഞ് പിടിച്ചാൽ അതിനെ കൊണ്ട് അവിടെ ഇട്ടിട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒരു 10-20 ലക്ഷം രൂപ ചിട്ടി വീണ്ടും ചേരാം. വീണ്ടും അതേ പൈസ അടച്ചാൽ തന്നെ. ചുരുക്കം പറഞ്ഞാൽ 8-9 വർഷം കഴിയുമ്പോൾ 19 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടക്കും. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിള്ളേരൊക്കെ ഒരു +2 ആകുമ്പോഴത്തേക്ക് 19 ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണും. ഞാൻ അത്രയേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് കയറി. പിന്നെ അദ്ദേഹം കിട്ടുന്ന പൈസ മുഴുവൻ ചിട്ടിക്കിടുമോ, വർക്ക് ചെയ്യണതിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എവിടെ എന്ത് ടൈപ്പ് ജോലി പറഞ്ഞാലും വിളിച്ചു. അദ്ദേഹം അവസാനം ഞാൻ ആ കുട്ടികളെ 2 എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു. ആ കുട്ടികളെ 15 വർഷം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു. 2 കുട്ടികളെ ഗവൺമെൻറ് സർവീസിലുള്ളവരെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു. അദ്ദേഹം 3000 സ്ക്വയർ ഫീറ്റുള്ള വീട് വെച്ച് ഞാനാണ് വീട് ഡിസൈൻ ചെയ്ത് കൊടുത്തത്.
ചെയ്യിപ്പിച്ചു. ഈ 1 ഡേ ഡ്രീം ഉണ്ട ആളിന് ഞാൻ 5 വർഷത്തെ ഡ്രീം കാണാൻ പഠിപ്പിച്ചു. അത് 10 വർഷം കഴിഞ്ഞ് ഡ്രീം കാണാൻ പഠിപ്പിച്ചു. അതെല്ലാം എത്തി. സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ. അദ്ദേഹം മരിക്കുമ്പം അദ്ദേഹം കിണറിൽ വീഴുന്ന് മരിച്ചു പോയതാണ്. മരിക്കുമ്പം അവരുടെ ഫാമിലിക്കൊന്നും യാതൊരു വറിയുമില്ല. അത്രമാത്രം അസറ്റുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ റബ്ബറൊക്കെ മേടിച്ചു. അല്ല ഓക്കെ. വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ്. എൻ്റെ വളരെ പ്രിയപ്പെട്ടൊരു സുഹൃത്തായിരുന്നു ബിജു. അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുമ്പം അദ്ദേഹം കുറേ ഫ്രണ്ട്സുമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കറങ്ങി നടക്കുകയും പബ്ലിക് ന്യൂസൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നടന്ന ഒരു പയ്യനായിരുന്നു. വേറെ ഒരു പണിയില്ല. രാവിലെ പോകും, ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കും. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് പരിചയപ്പെട്ടു. ആ പരിചയപ്പെട്ട സമയത്ത് ഞാൻ ഈ സ്വപ്നങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് കേൾക്കുകയും അവനെ കൊണ്ട് ഒരു ദിവസത്തെ സ്വപ്നം മാത്രം ഉണ്ടായിരുന്ന അവന് ഒരു ദിവസത്തെ സ്വപ്നം പോലും ഉണ്ടായിരുന്നില്ല. അവനെ കൊണ്ട് ഞാൻ 1 വർഷത്തെ സ്വപ്നങ്ങൾ ഞാൻ കാണിച്ചു. 1 വർഷം കഴിഞ്ഞ് നീ എന്താവാൻ പോകണം, 5 വർഷം കഴിഞ്ഞ് എന്താവാൻ പോകണം, 10 വർഷം കഴിഞ്ഞ് എന്താവാൻ പോകണം, 15 വർഷം കഴിഞ്ഞ് നീ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് അവനെ കൊണ്ട് സ്വപ്നം കാണുകയും അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ട പ്രോസസ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അന്ന് അവ എഴുതി വെച്ച ബുക്കുകളിൽ അവ എഴുതി വെച്ച എല്ലാ സാധനവും അച്ചീവ് ചെയ്യും. അവൻ മരിച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ എല്ലാ വാർഷികത്തിനും എന്നെ വിളിച്ച് ഒരു ഇതെനിക്ക് തരും, ഒരു ഉപഹാരം എനിക്ക് തരും. എന്നെ സ്റ്റേജിൽ പരിചയപ്പെടുത്തുന്ന എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളാണ്. അദ്ദേഹം എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് അദ്ദേഹം എല്ലാ വർഷവും പറയും എന്നെക്കുറിച്ച്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കോള് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം കാർ എടുക്കാൻ പോയി. പെജോറോ എന്ന് പറഞ്ഞ കാർ. അത് നിങ്ങൾക്കറിയാം, പെജോറോ ഭയങ്കര കോസ്റ്റ്ലി വണ്ടിയാണ്. 10, 20, 30 ലക്ഷം രൂപ. അത് വാങ്ങാനായിട്ട് ആ ഷോറൂമിൽ പോയി അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ആലോചിച്ചു, ഇത്രയും ലെവൽ ഈ കാറൊക്കെ ക്യാഷ് ഡൗൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന അത്രയും റിച്ച് ആയല്ലേ ഞാൻ. അദ്ദേഹം 100-ന് മേലെ വെഹിക്കിളുണ്ടായിരുന്നു, 200-ന് അടുപ്പിച്ച് സ്റ്റാഫുകളുണ്ടായിരുന്നു. ആ ലെവലിൽ അദ്ദേഹം ഗ്രോ ചെയ്തു. ഇതൊക്കെ ഞാൻ ആവാനായിട്ട് എങ്ങനെയായത്? അപ്പോഴാണ് പിന്നെ എന്നെക്കുറിച്ച് ഓർത്ത് അവിടെ ഇരുന്നു. അങ്ങേരന്ന് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അച്ചീവ് ചെയ്യാൻ അവിടെ നിന്ന് എന്നെ വിളിച്ചു. എന്നിട്ട് ഫോണിൽ കൂടെ കരഞ്ഞു, നിങ്ങളാണപ്പോൾ കാരണം, നിങ്ങളില്ലെങ്കിൽ ഞാൻ ഈ ഷോറൂമിൻ്റെ 7 അയലത്ത് ഞാൻ വരില്ല. ഇത് ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങൾ എന്നെ അന്ന് ആ സ്വപ്നം കാണാൻ പഠിപ്പിച്ചില്ലായിരുന്നു ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കില്ല. അദ്ദേഹം കൊക്കക്കോളയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു അവസാനം. അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ മരിച്ചപ്പോഴില്ലേ 3 ജനറേഷന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ. ഇപ്പോൾ അവരുടെ ഫാമിലിയാണ് റൺ ചെയ്യണം ബിസിനസ്. രണ്ടും ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വപ്നങ്ങൾ നിങ്ങളില്ലേ, കുറേ കഴിവുകളുള്ള കുറേ മാംസപിണ്ഡങ്ങൾ മാത്രമാണ്. നിങ്ങളെ കഴിവെന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറേ മാംസമുണ്ടാകും. നമ്മുടെ നാടിൻ്റെ ശാപമാണ്. കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള ഇഷ്ടംപോലെ ആൾക്കാർ, പക്ഷെ ഒരു സ്കൂളിലും കോളേജിലും ഒരിടത്തും ഇത് മാത്രം പഠിപ്പിക്കുന്നില്ല. ബാക്കി എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്നു. എൻ്റെ വലിയ സ്വപ്നമാണ് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഈ ടോപ്പിക് പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക്. അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും കൂടെ ചെയ്ത് ക്വാളിഫിക്കേഷൻ കൂടെ ഉണ്ടെങ്കിലേ അവർ ഈ ലോകം മുഴുവൻ കിടക്കുന്നതല്ല. സ്വപ്നം ഇല്ലെങ്കിൽ കുറേ ക്വാളിഫിക്കേഷനുണ്ട്. പല ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു സ്വപ്നങ്ങളിലെത്താൻ ഭയങ്കര എഞ്ചിനീയറിംഗ് ആയിരിക്കും പഠിച്ചത്, പക്ഷേ ഏതെങ്കിലും ബസ്സിൽ കണ്ടക്ടറായിട്ടായിരുന്നു വർക്ക്. മെഡിസിൻ പഠിച്ച് ആയുർവേദ ഡോക്ടർ, ഹോമിയോ ഡോക്ടറാണ്, പക്ഷേ എടുത്ത് ക്ലർക്കായിട്ട് ജോലി. കണ്ടിട്ടില്ലേ നിങ്ങൾ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞു പഠിച്ചത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യും. വല്ല ബന്ധമുണ്ടാകും. സിവിൽ എഞ്ചിനീയറായിട്ട് പഠിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യും. എന്താണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം? സ്വപ്നങ്ങളില്ലേ അവർക്കൊന്നും ജീവിതത്തിൽ. ഓക്കെ. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് സ്വപ്നങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വപ്നം